വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ്. അപ്പോൾ മുട്ട വെച്ചിട്ട് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിൽ 2 മുട്ട ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സബോള, പിന്നെ ക്യാരറ്റ്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണം. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഉപ്പ് ഞാൻ എടുത്തിട്ടില്ല, ഇതിൽ ഉപ്പ് ഇടണം. അപ്പോൾ നമ്മൾ വെച്ച കൂട്ടിൽ കുറച്ച് ഉപ്പ് ഇടണം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു 1/2 സ്പൂൺ. നന്നായിട്ട് ഇളക്കാം. ഇത് നമുക്കിത് പൊരിക്കണം. അപ്പോൾ നമുക്കത് പൊരിക്കാനായിട്ട് പോവാം. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ട ആദ്യം പൊരിക്കണം. ചൂടാവട്ടെ കേട്ടോ പാൻ. നമുക്കിത് ബെന്നിൻ്റെ ഉള്ളിൽ അതിട്ട് വെക്കണം. അപ്പം ഞാൻ അത് മറച്ചിട്ടാ. അപ്പോൾ മുട്ട പൊരിച്ച് നമ്മൾ അതിൻ്റെ വേറെ പാത്രത്തിൽ വയ്ക്കുക. പിന്നെ നമുക്കത് ബെന്നെ കുറച്ച് നെയ്യ് വീത്തിയിട്ട് അത് മുരിക്കണം. നമ്മുടെ ബെന്നും നന്നായിട്ട് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത പണി ചെയ്യാം. ബെന്നെ മുരിച്ച് കൊണ്ടുവന്നു. അതുമ്പോൾ നമ്മൾ മയോനൈസ് തേക്കണം 2 ഭാഗത്തും. മയോനൈസ് ഉണ്ടാക്കുന്ന വിധം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച മുട്ട ഇതിൽ വയ്ക്കുക. പിന്നെ അതിന് മുകളിൽ 2 ക്യാരറ്റ് വയ്ക്കാം. കുറച്ച് ക്യാബേജ്, 2-3 ക്യാപ്സിക്കം, 2 സബോള. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മയോനൈസ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിലൊന്ന് തേക്കാം.
ഇത് നമ്മൾ ഇത് ഇങ്ങനെ മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് റെഡിയായി. അപ്പോൾ നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ ബെല്ലൈക്കണിൽ ഓളൊന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.